ഹലോ എവരി വൺ, ഇന്ന് നമുക്ക് വിവിധതരം സ്നേക്ക് പ്ലാന്റിനെ കണ്ടു നോക്കാം. ഇത് നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. പച്ചയുടെ സൈഡ് കൂടെ മഞ്ഞ വരകളുള്ള നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അടുത്തത് പച്ച, അതുപോലെ തന്നെയാണ്. അത് നല്ലൊരു സ്നേക്ക് പ്ലാന്റ് തന്നെ, നിറയെ ഉണ്ടാവും. പോട്ടിലൊക്കെ നിറഞ്ഞ് നന്നായിട്ട് ഇതായിട്ട് വരും. നല്ലൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അടുത്തതും അതുപോലെ തന്നെ. പിന്നെ ഇതിൻ്റെ മഞ്ഞയുടെ ചെറിയ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നിറയെ ബുഷിയായിട്ട് നിറയെ പോട്ടിലൊക്കെ നിറഞ്ഞു വരും. ഇതും അത് തന്നെയാണ്, മഞ്ഞ നിറത്തിലുള്ള തന്നെയാണ്. ഇതും തന്നെ, ഇത് മഞ്ഞ പച്ചയുടെ സൈഡിൽ മഞ്ഞ നിറമുള്ള ആ സ്നേക്ക് പ്ലാന്റ് ആണ്. അടുത്തത് പച്ച സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതൊക്കെ പോട്ട് നിറഞ്ഞ് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് റീപോർട്ട് ചെയ്യുന്നത് കാണാം. ആ സ്നേക്ക് പ്ലാന്റിനെ നമുക്ക് റീപോർട്ട് ചെയ്യണത് കാണാം. ഞാനിപ്പോൾ ഇവിടെ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്നതാണ്. മണലും മണ്ണും ചകിരിച്ചോറൊക്കെ ചേർന്ന എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. അത് പോട്ടിലേക്ക് ആക്കി വെച്ച് ഇങ്ങനെ സ്നേക്ക് പ്ലാന്റ് വെച്ച് അതിൽ കുറച്ചും കൂടിയൊക്കെ മണ്ണിട്ട് അതിനെ നന്നായിട്ട് ഉറപ്പിക്കുക. പിന്നെ നമുക്ക് സാഫ് ഉണ്ടെങ്കിൽ അതും അതിൽ ഇടാം. ഫംഗിസൈഡിന് വേണ്ടിയിട്ട് അതും ചേർക്കാം. ഇങ്ങനെ ഉണ്ടായി. പിന്നെ ഒരു മാസം 2 മാസം ആകുമ്പോഴേക്കും ഈ പോട്ടൊക്കെ നിറയെ തൈകളൊക്കെ ഉണ്ടാവും. നല്ല ബുഷിയായിട്ട് നന്നായിട്ട് നിറയെ തൈകളുണ്ടാവും.